എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള ഒരു 24 hours വളരെ സ്ട്രെസ്ഫുൾ ആയേക്കാം. ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഞാൻ പഠിച്ചതൊക്കെ മറക്കുകയാണ് എന്നൊക്കെ ഫീൽ ചെയ്യാം. പക്ഷേ ഈ സമയം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ, ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണം. പക്ഷേ എന്ത് വേണം, സമയം നിങ്ങൾ കുറച്ചുകൂടി വൈസായിട്ട് യൂസ് ചെയ്യണം. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ലാസ്റ്റ് മിനിറ്റ് എക്സാം റിവിഷൻ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്പർ 1, ഗെറ്റ് അപ്പ് ഏർലി ആൻഡ് ഗെറ്റ് ഗോയിങ്. ഇതിപ്പോൾ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആയിക്കോട്ടെ, നൈറ്റ് പേഴ്സൺ ആയിക്കോട്ടെ, ഇറ്റ് ഡസൻ മാറ്റർ. രാവിലെ എണീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടും. എക്സാമിൻ്റെ തലേ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സോ യു ഹാവ് ടു മേക്ക് ദ ബെസ്റ്റ് ഓഫ് ഇറ്റ്. ബട്ട് കുറേ ടൈം പഠിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. റെഗുലർ ബ്രേക്സ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ വേണം പഠിക്കാനായിട്ട്. ഓവറായിട്ട് പ്രഷർ ചെയ്യരുത്. ഓക്കെ. നമ്പർ 2, റിവ്യൂ സമ്മറീസ് റാദർ ദാൻ ഫുൾ നോട്ട്സ്. സോ ഈ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് കൺസോളിഡേഷൻ പീരിയഡ് ആണ്. സോ നിങ്ങളിവിടെ സമ്മറീസ് ആണ് നോക്കേണ്ടത്. ഓരോ പാഠത്തിൻ്റെയും സമ്മറീസ്, അതിലെ കീ പോയിൻറ്റ്സ്, മൈൻഡ് മാപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇനി അങ്ങനെ സമ്മറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സമ്മറി ഉണ്ടാക്കുക. ബിക്കോസ് അത് നമ്മളെ നന്നായിട്ട് ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും പറ്റും. അതേപോലെ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അതും നിങ്ങൾ എത്രത്തോളം പഠിച്ചു ആൻഡ് എന്തൊക്കെയാണ് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്പർ 3, കൺസിഡർ ടേക്കിംഗ് ലോങ്ങർ ബ്രേക്ക് ദ ഹോൾ ആഫ്റ്റർനൂൺ ആൻഡ് ദ ഈവനിങ് ഓഫ്. നിങ്ങൾ ഇതുവരെ പ്രോപ്പറായിട്ട് റിവിഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ദെൻ കുറച്ച് ലോങ്ങർ ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ആക്ച്വലി അത് നല്ലതാണ്. കാരണം ഇത് നമ്മളുടെ ബ്രെയിനിന് കുറച്ചുകൂടി പ്രോസസ്സിങ് ടൈം നൽകും. പഠിച്ച കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ പ്രോസസ്സ് ആവണം. അപ്പോൾ അതിന് കുറച്ച് ടൈം നമ്മൾ ബ്രെയിനിന് കൊടുക്കണം. സോ ദാറ്റ് നെക്സ്റ്റ് ഡേ പഠിച്ചത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി ഞാനൊരു ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പഠിക്കാറില്ല. പിന്നെ ഈവനിങ്ങിൽ ചില ദിവസം പഠിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നൈറ്റാണ് പഠിക്കുക. സോ ആ ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് വാക്കിങ്ങിന് പോവാം, സ്വിമ്മിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് കേൾക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് KukuFMലെ ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന ബുക്ക് കേൾക്കാം. മനുഷ്യരാശിയുടെ ഫ്യൂച്ചർ എന്താവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ബുക്ക് ബഹിരാകാശത്തിലെ നമ്മളുടെ ഭാവിയെക്കുറിച്ച് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയോ ബുക്കാണ്. സോ ഇപ്പോഴാണെങ്കിൽ ഹോളിയുടെ ഓഫറും ഉണ്ട്. മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ 60% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 99 രൂപയ്ക്ക് പകരം വെറും 39 രൂപ കൊടുത്താൽ മതി. ഈ ഓഫർ ആക്സസ് ചെയ്യാനായിട്ട് ഹോളി 60 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് അതേപോലെ ഈ ഓഫർ മാർച്ച് 12 വരെ മാത്രമേ ഉള്ളൂ. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്പർ 4, ടേൺ ഓഫ് ദ ടെക്നോളജി. നോ ഫോൺ, നോ ലാപ്ടോപ്പ്, നോ ടെക്നോളജി. സിമ്പിൾ. നിങ്ങൾ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കണം. റിട്ടൺ നോട്ട്സിൽ ഫോക്കസ് ചെയ്യാം. അതേപോലെ സ്ക്രിബിൾ ചെയ്യുക. ലൈക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക, ഹൈലൈറ്റ് മാർക്കേഴ്സ് യൂസ് ചെയ്യാം, എക്സെട്ര. ഇനി കുറച്ച് നോട്ട്സൊക്കെ ഫോണിലാണെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് പഠിക്കുക. ഫോണൊക്കെ മാക്സിമം എയർപ്ലെയിൻ മോഡിലിടുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ദാറ്റ്സ് ദ ഹോൾ പോയിൻറ്റ്. നമ്പർ 5, അവോയ്ഡ് സ്ട്രെസ്. ചുമ്മാ ആവശ്യമില്ലാതെ സ്ട്രെസ്ഡ് ആവാതിരിക്കുക. കുറച്ചൊക്കെ സ്ട്രെസ് ഉണ്ടാവും, ബട്ട് ഓവർ ആവാനായിട്ട് അനുവദിക്കരുത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ട്രെസ് തരുന്ന ആളുകളെ അവോയ്ഡ് ചെയ്യുക. ഐ മീൻ സം ഓഫ് യുവർ ഫ്രണ്ട്സ്. ഓഫ് കോഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില സ്റ്റുഡൻസ് അയ്യോ എടാ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാനൊന്നും പഠിച്ചിട്ടില്ലടേ, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സ്ട്രെസ് മയമായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളും പോയിട്ട് അകപ്പെടരുത്. ബിക്കോസ് നിങ്ങളും സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങും. ഈ ഒരു സമയം നിങ്ങൾ കാമായിട്ടിരിക്കേണ്ട സമയമാണ്, അല്ലാതെ ടെൻഷൻ ആവേണ്ട സമയമല്ല. സോ സ്റ്റേ റിലാക്സ്ഡ്. ആൻഡ് നമ്പർ 6, ഗെറ്റ് എവറിത്തിങ് റെഡി ഫോർ ദ മോർണിംഗ്. എക്സാമിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തിരക്കിട്ട് തപ്പുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ജോമെട്രി ബോക്സ്, കാൽക്കുലേറ്റർ, ID കാർഡ്, ഹാൾ ടിക്കറ്റ്, ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. എന്നിട്ട് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ലാസ്റ്റ് പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഒരു തപ്പൽ. ഭയങ്കര റഷായിട്ട് ടെൻഷനാവും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ എക്സാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. ഒന്നും മിസ് ചെയ്യരുത്. എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടേ നിങ്ങൾ തലേ ദിവസം കടന്നുറങ്ങാൻ പാടുള്ളൂ, റിലാക്സ് ആയിട്ട്. ഓക്കെ. സോ ഈ വീഡിയോ ഞാനൊരു കുറച്ച് ദിവസം മുന്നേ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒരാഴ്ചയായിട്ട് നല്ല പനിയായിരുന്നു, അതാണ് കുറച്ച് ലേറ്റ് ആയത്. എനിവേ എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ്. ടെൻഷനൊന്നും ആവണ്ട, ഈസി ആയിട്ട് എക്സാം എഴുതിയിട്ട് പോരാം. ഓക്കെ. Thank you so much for your time. Have a nice day.